സത്യസന്ധരായ അലോപ്പതി ഡോക്ടർമാർ അവരെയൊക്കെ ചവിട്ടി മൂലക്കിരുത്തിയിട്ടാണ് അലോപ്പതി മേഖലയിലെ കൈക്കൂലിക്കാർ, കോർപ്പറേറ്റ് അടിമകൾ ഈ കിരാത നൃത്തം ചവിട്ടുന്നത്. കാര്യമായി എന്തെങ്കിലും ഉടനടി ചെയ്തില്ല എങ്കിൽ നമ്മെ രക്ഷിക്കാൻ ആർക്കും സാധിക്കില്ല, ദൈവത്തിന് പോലും സാധിക്കില്ല. നമസ്കാരം. കൊറോണയ്ക്ക് ശേഷം എല്ലാവരെയും ആശങ്കയിൽ ആഴ്ത്തുന്ന വലിയൊരു രോഗമാണ് സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം അല്ലെങ്കിൽ STSS എന്ന രോഗം. ഇതെന്താണെന്നോ? STSS അല്ലെങ്കിൽ മാംസം തിന്നുന്ന ബാക്ടീരിയ വളരെ അപൂർവവും ഗുരുതരവുമായ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. ഇത് ഗ്രൂപ്പ് A സ്ട്രെപ്റ്റോകോക്കസ് ബാക്ടീരിയ കാരണമാണ് ഉണ്ടാകുന്നത്. ഈ രോഗം ഇപ്പോൾ ജപ്പാനിൽ വളരെ അധികം ബാധിച്ചിരിക്കുകയാണ്. ജൂൺ 2 മുതൽ ഇതുവരെ 1019 STSS കേസുകളാണ് ജപ്പാനിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ രോഗത്തിനെ പറ്റി നമുക്ക് ഇനിയും അറിയണ്ടേ? ഇതിനെക്കുറിച്ച് ഏഷ്യയിലെ തന്നെ വളരെ പ്രശസ്തനായ നേച്ചുറോപ്പതി ചികിത്സയിൽ വിദഗ്ധനുമായ ഡോക്ടർ ജേക്കബ് വടക്കാഞ്ചേരി നമുക്ക് വിശദമായി പറഞ്ഞു തരുന്നതായിരിക്കും. സുഹൃത്തുക്കളെ, വളരെ വളരെ ഭയാനകമായ രീതിയിലാണ് കാര്യങ്ങൾ. വളരെ ഭീകരമായ ഒരവസ്ഥയിലേക്ക് നാം ഓരോരുത്തരും എത്തിച്ചേരുകയാണ്. നാം എത്തിച്ചേരുന്നതാണോ നമ്മളെ എത്തിപ്പിക്കുന്നതാണോ എന്നുള്ള ചോദ്യങ്ങളും സംശയങ്ങളും എല്ലാം ഉയരുമ്പോഴാണ് ഇന്നലെ, അതായത് ജൂൺ 17-ാം തീയതി ഒരു വാർത്ത ഇറങ്ങിയിട്ടുള്ളത്. ലോകത്തെ എല്ലാ മാധ്യമങ്ങളിലും ആ വാർത്ത വന്നു. ജപ്പാനിൽ നിന്നാണ് മനുഷ്യരാശി ഒന്നടങ്കം ഭയന്നിരിക്കുന്ന ആ വാർത്ത വന്നിട്ടുള്ളത്. NDTV ഓൺലൈനിൽ വന്ന വാർത്ത, flesh eating bacteria that can kill in 2 days spreading in Japan. അപൂർവമായ മാംസം ഭക്ഷിക്കുന്ന ബാക്ടീരിയ ഏത് 2 ദിവസത്തിനുള്ളിൽ ആളെ കൊന്നുകളയുന്ന ബാക്ടീരിയ ജപ്പാനിൽ വ്യാപിക്കുന്നു. മലയാളം ഓൺലൈൻ മാധ്യമങ്ങളിലെല്ലാം ഈ വാർത്ത ഉണ്ടായിരുന്നു. വളരെ വളരെ പേടിപ്പിക്കുന്നതാണ് ഈ വാർത്ത. അത് തീർച്ചയായും മറ്റു രാജ്യങ്ങളിലേക്ക് പകരും. പകരാതിരിക്കാൻ രോഗത്തെക്കാൾ ഭീകരമായ നടപടികൾ സകല രാജ്യങ്ങളും സ്വീകരിക്കും. ലോകാരോഗ്യ സംഘടന ഒരു പാൻഡമിക് ട്രീറ്റി എല്ലാ രാജ്യങ്ങളോടും ഒപ്പിടാൻ പറഞ്ഞിട്ടുണ്ട്. നിരവധി രാജ്യങ്ങൾ അതിൽ ഒപ്പിട്ട് കഴിഞ്ഞു. ഇന്ത്യ ഒപ്പിടാൻ വിസമ്മതിച്ചു നിൽക്കുകയാണ്. ഇന്ത്യയെ കൊണ്ടുകൂടെ ഒപ്പിടിക്കാനുള്ള ശ്രമങ്ങൾ, സമ്മർദ്ദങ്ങൾ നടക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു രാജ്യത്ത് ഒരു രോഗം പകർച്ചവ്യാധിയായി പൊട്ടിപ്പുറപ്പെട്ടാൽ എല്ലാ രാജ്യങ്ങളും, ലോകത്തെ എല്ലാ രാജ്യങ്ങളും ലോകാരോഗ്യ സംഘടനയുടെ നിബന്ധനകൾ ആരംഭിച്ചിരിക്കണം. അത് ജനങ്ങളെ ബന്ദികളാക്കുന്നത്, ക്വാറന്റൈൻ ചെയ്യുന്നതാണോ, മാസ്ക് വെപ്പിക്കുന്നതാണോ, നിർബന്ധപൂർവ്വം ഒരു വാക്സിൻ എടുപ്പിക്കുന്നതാണോ, എന്താണോ പറയുന്നത് അത് ചെയ്തിരിക്കണം. ഞാൻ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. അതിന് തൊട്ട് മുമ്പായി ബിൽഗേറ്റ്സിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ ചില ദൗത്യങ്ങളെക്കുറിച്ചും പറയാതെ നിവൃത്തിയില്ല. നിങ്ങളിത് മുഴുവനും കേൾക്കണം. പുതിയ ചില കാര്യങ്ങൾ കൂടെ എനിക്ക് പറയാനുണ്ട്. നിങ്ങൾ കേട്ടില്ല എങ്കിൽ, അറിഞ്ഞില്ല എങ്കിൽ, ചില കാര്യങ്ങൾ പ്രവർത്തിച്ചില്ല എങ്കിൽ സർവനാശം നിങ്ങൾക്കുണ്ടാകും, എനിക്കും ഉണ്ടാകും എന്നുള്ള ചില കാര്യങ്ങളാണ്. കഴിയുന്നത്ര നിങ്ങൾ ഷെയർ ചെയ്യുകയും വേണം. ഇപ്പൊ ജപ്പാനിൽ എന്താണ് ഉണ്ടായിട്ടുള്ളത്? മനോരമ ഓൺലൈൻ പറയുന്നു, കഴിഞ്ഞ വർഷം 941 പേരെയാണ് ഈ രോഗം ബാധിച്ചത്. ഈ വർഷത്തിൽ ജൂൺ 2-ാം തീയതി വരെ 977 പേരെ ബാധിച്ചു കഴിഞ്ഞു. ഇക്കൊല്ലം 2500 പേരെ ബാധിക്കുമെന്നാണ് കരുതുന്നത്.
അതിൽ 30% ആളുകളും മരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു 80 പേരോളം ഈ മാംസം തീനി ബാക്ടീരിയയുടെ ആക്രമണം കൊണ്ട് മരിക്കാനിടയുണ്ട്. കുട്ടികളിൽ തൊണ്ടയിടറൽ, വീക്കം ഇതൊക്കെയാണ് ഉണ്ടാകുക. പിന്നെ പനി, സന്ധിവേദന, സന്ധിവീക്കം, കുറഞ്ഞ രക്തസമ്മർദ്ദം, BP താഴുക. 50 വയസ്സ് കഴിഞ്ഞവരിലാണെങ്കിൽ അത് ആന്തരാവയവങ്ങളെ ബാധിക്കാം, ശ്വസനപ്രയാസങ്ങൾ ഉണ്ടാകാം. ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ. ഇത്രയേറെ ഭയാനകമായ ഈ ബാക്ടീരിയയുടെ ആക്രമണത്തിന്റെ ലക്ഷണങ്ങൾ അത് തുടങ്ങുന്നത് തൊണ്ടയുടെ ചെറിയൊരു അസ്വസ്ഥതയിൽ നിന്നാണെങ്കിൽ ഇങ്ങനെയല്ലാതെ നമ്മുടെ നാട്ടിലൊരു പനി പോലും തുടങ്ങാറുണ്ടോ? വയറ്റിലേക്ക് മോശമായ ഒരു ഭക്ഷണം ചെന്നാൽ ആദ്യം ഉണ്ടാകുന്ന ശരീരത്തിന്റെ എതിർ പ്രതികരണം തൊണ്ടയ്ക്ക് അസ്വസ്ഥതയാണ്. അത് ടോൺസിലൈറ്റിസ് എന്നും തൊണ്ടയിൽ മുള്ളെന്നും പല പേരുകളിൽ വിളിക്കാറുണ്ട്. ചില വാക്സിനുകൾ ചെന്നാൽ അതിന് ഈ പറഞ്ഞ ലക്ഷണങ്ങളും പനിയും ഉണ്ടാവാറുണ്ട്. ചില മരുന്നുകൾ ചെന്നാലും ഈ ലക്ഷണങ്ങളും പനിയും ഉണ്ടാവാറുണ്ട്. അപ്പോൾ വളരെ വളരെ പൊതുവായി വ്യാപകമായി സാധാരണയായി കാണപ്പെടുന്ന അതേ ലക്ഷണങ്ങൾ തന്നെയാണ് ഇത്രയേറെ മരണകാരണമായ പുതിയ രോഗത്തിന് ഉണ്ടാകുന്നത് എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ എവിടേക്കാണ് നമ്മെ കൊണ്ടുചെന്ന് എത്തിക്കുക എന്നതിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. വളരെ ഗൗരവമായി ഇത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എങ്കിൽ, ഉത്തമ പൗരർ എന്ന നിലയിൽ അതിനനുസരിച്ച് പ്രതികരിക്കുന്നില്ല എങ്കിൽ, ഇതുപോലുള്ള ചില ലക്ഷണങ്ങളോടെയാണ് അടുത്ത സർവനാശം നിങ്ങൾക്കും എനിക്കുമെല്ലാം വന്നു ചേരുക. ഹൗ ടു പ്രിവെന്റ് ദി നെക്സ്റ്റ് പാൻഡമിക് 2022 ബിൽ ഗേറ്റ്സ് എഴുതി പ്രസിദ്ധീകരിച്ചതാണ് ഈ പുസ്തകം. അപ്പോൾ നമ്മൾ കരുതും കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ ഒരു പാൻഡമിക് വന്നു, അപ്പോഴെങ്കിലും നമ്മൾ ഇനിയൊരു പാൻഡമിക് വരാതിരിക്കാൻ ശ്രദ്ധിക്കണമല്ലോ. വളരെ പെട്ടെന്ന് അദ്ദേഹം ഈ ഒരു വലിയ പുസ്തകം എഴുതി തീർത്തു എന്നുള്ളതാണ്. എനിക്ക് അദ്ദേഹത്തോടൊരു അസൂയയുണ്ട്. ഇത്രയ്ക്ക് ഗഹനമായ ഒരു വിഷയത്തിൽ, ശാസ്ത്രീയമായ ഒരു വിഷയത്തിലൊരു പുസ്തകം അതും 1 കൊല്ലം കൊണ്ടൊക്കെ അദ്ദേഹം എഴുതി തീർത്തു എന്നുള്ളത് അമ്പരപ്പിക്കുന്ന ഒരു കാര്യമാണ്. എന്തൊക്കെ ആകട്ടെ, അടുത്ത പാൻഡമിക് വരാൻ പോകുന്നു എന്നുള്ള ഒരു ഉറപ്പ് അല്ലെങ്കിൽ പൂർണ്ണമായ ഒരു ബോധ്യം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു പുസ്തകം അടുത്തു വരാൻ പോകുന്ന ഒരു പകർച്ചവ്യാധിയെക്കുറിച്ച് അദ്ദേഹത്തിന് എഴുതാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഈ വന്ന പാൻഡമിക് ഉണ്ടല്ലോ, നമ്മുടെ കുറെ നുണ, COVID-19, അത് 2019 ഡിസംബറിലാണ് ചൈനയിലെ വുഹാനിൽ പ്രത്യക്ഷപ്പെട്ടത് എന്നാണ് പറയപ്പെടുന്നത്. അതിനും 2 മാസം മുമ്പ് ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയും വേൾഡ് എക്കണോമിക് ഫോറവും മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷനും, അതായത് ബിൽ ഗേറ്റ്സും കൂടെ ഒരു ഫിക്ഷണൽ എക്സർസൈസ്, എ ടേബിൾ ടോപ്പ് എക്സർസൈസ്, ഭാവനയുടെ ഒരു നോവൽ ടൈപ്പുള്ള ഒരു എക്സസൈസ് നടത്തിയിരുന്നു. ഈ ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയും വേൾഡ് എക്കണോമിക് ഫോറവും മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷനെ കൂടി ഇങ്ങനെ കളിതമാശ നടത്തുമോ എന്ന് നിങ്ങൾ ചോദിക്കരുത്. അതിന് പകരം നിങ്ങൾ നെറ്റിൽ ഇവന്റ് 201 എന്ന് ടൈപ്പ് ചെയ്താൽ ഞാൻ ഈ പറഞ്ഞ നമ്മുടെ ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയുടെ പേജ് കാണാൻ സാധിക്കും. അതില് വരാൻ പോകുന്ന പകർച്ചവ്യാധിക്കെതിരെ എങ്ങനെയെല്ലാമാണ് നീങ്ങേണ്ടത്, എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കണം എന്ന് ഈ പുസ്തകത്തിൽ അടുത്ത പാൻഡമിക്കിനെ കുറിച്ച് പറയുന്ന പോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്, മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്, ഒരുക്കങ്ങളെല്ലാം നിർദ്ദേശിച്ചിട്ടുണ്ട്. എത്രയ്ക്ക് ഭംഗിയായിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ ചെയ്യുന്നത്. എന്തൊരു ദൂരക്കാഴ്ചയാണ് ആ പ്രവാചക ശബ്ദത്തിന്. അദ്ദേഹത്തിന് വേറൊരു ലക്ഷ്യം കൂടിയുണ്ട്. അത് അദ്ദേഹത്തിന്റെ മറ്റൊരു പുസ്തകത്തിലൂടെ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ആയിട്ട് നമ്മൾ കൂട്ടി വായിക്കണം.
ഹൗ ടു അവോയ്ഡ് എ ക്ലൈമറ്റ് ഡിസാസ്റ്റർ, എങ്ങനെയാണ് കാലാവസ്ഥാ ദുരന്തം നമ്മൾ ഒഴിവാക്കേണ്ടത്, അതും തടിച്ചൊരു പുസ്തകമാണ്. ഇത് 2021 അദ്ദേഹം എഴുതി തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചതാണ്. ഭൂമിയെ രക്ഷിക്കുക എന്നുള്ള വലിയൊരു ദൗത്യം കൂടെ അദ്ദേഹം ഇതിൽ ഏറ്റെടുത്തിട്ടുണ്ട്. ഭൂമിയെ രക്ഷിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഈ ക്ലൈമറ്റ് ഡിസാസ്റ്ററിന്റെ അപകടങ്ങളിൽ നിന്ന് ഭൂമിയെ മൊത്തം രക്ഷിക്കാൻ ബിൽ ഗേറ്റ്സും കൂട്ടുകാരും ചേർന്ന് പല സർക്കാരുകൾക്കും പല ഉപദേശങ്ങളും നൽകിയിട്ടുണ്ട്. അതിലൊന്ന് നിങ്ങൾ പഠിക്കേണ്ടത് NSSM 200 ആണ്. നാഷണൽ സെക്യൂരിറ്റി സ്റ്റഡി മെമ്മോറാണ്ടം 200 അമേരിക്കൻ ഗവൺമെന്റിന്റെ ഒരു രഹസ്യ രേഖയായിരുന്നു. ഇപ്പൊ പരസ്യമായിട്ട് നെറ്റിൽ കിട്ടും, അതും നോക്കണം. ദി റോക്ക്ഫെല്ലർ കമ്മീഷൻ ഓൺ പോപ്പുലേഷൻ അമേരിക്കൻ പ്രസിഡന്റ് കൊടുത്ത റിപ്പോർട്ടാണ്. ഈ NSSM 200 കിസിഞ്ചർ റിപ്പോർട്ട് എന്ന് പറയാറുണ്ട്. അത് കഴിഞ്ഞാൽ ഗ്ലോബൽ 2000 റിപ്പോർട്ട് ടു ദി പ്രസിഡന്റ് എന്നത് നിങ്ങൾ നോക്കണം. അപ്പൊ കാര്യങ്ങൾ ഏതാണ്ട് നിങ്ങൾക്ക് മനസ്സിലാകും. ജപ്പാനിലെ ഈ പുതിയ ഭീകരമായ മരണകാരിയായ രോഗത്തിന് മരുന്നില്ലാത്ത ഈ രോഗത്തിന് വാക്സിൻ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. വാക്സിൻ വേണമെന്നുള്ള മുറവിളി തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. വാക്സിൻ എല്ലാം നേരത്തെ തന്നെ റെഡിയായിട്ടുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. കാരണം കൊറോണയുടെ വാക്സിൻ 2000 ആണ്ടിൽ തന്നെ ജനറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പരീക്ഷണങ്ങളും പഠനങ്ങളും ഒക്കെ നടത്തി റെഡിയാക്കി കഴിഞ്ഞൊരു സാധനമാണ്. അഡ്രിയൻ ഹില്ലും സാറയും ചേർന്ന് അതിൻ്റെ ചിമ്പാൻസി വാക്സിൻ പ്ലാറ്റ്ഫോമിന് പേറ്റന്റ് എടുത്തിരുന്നു എന്ന് തുടങ്ങിയിട്ടുള്ള വാർത്തകളൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളുമായി പങ്കുവച്ചതാണ്. നെറ്റിൽ തിരഞ്ഞാൽ നിങ്ങൾക്കും അത് കാണാൻ സാധിക്കും. അപ്പോൾ വളരെ വളരെ പൊതുവായി സർവ്വസാധാരണമായി ശാരീരികമായ ഏത് അസ്വസ്ഥതകളിലും ആദ്യം കാണപ്പെടുന്ന ലക്ഷണങ്ങളെ ഈ മാരക മരണരോഗത്തിന്റെ ലക്ഷണങ്ങളായി ചിത്രീകരിക്കുന്നതിലൂടെ 2-3 കാര്യങ്ങൾ നടക്കും. ഒന്ന്, ഇതിലെ അപകടം എന്താണ് എന്ന് ചോദിച്ചാൽ അതിൽ ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ ചെവിക്കുനുള്ളി മനസ്സിലാക്കിയാൽ, അവസാന മണിക്കൂറുകളാണ്, ഇപ്പോഴെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയാൽ രക്ഷപ്പെടും. അതൊന്ന്, കേരള ഗവൺമെന്റ് പാസാക്കി വെച്ചിട്ടുള്ള 2021 കേരള പൊതുജനാരോഗ്യ ബില്ലാണ്. ആ ബില്ലനുസരിച്ച് ഇത്തരത്തിലുള്ള ഒരു പകർച്ചവ്യാധി അതിൻ്റെ ഒരംശം എവിടെയെങ്കിലും കണ്ടു എന്ന് സംശയം തോന്നിയാൽ പൊതുജന ആരോഗ്യ അധികാരിയുണ്ട്. പൊതുജനാരോഗ്യ അധികാരി ഒരു അടിയന്തരാവസ്ഥ അങ്ങ് പ്രഖ്യാപിക്കും. അതിലെ ചില നിർണായകമായ ഭാഗങ്ങൾ ഞാനൊന്ന് വായിക്കാം. പേജ് 11 ZP. ക്വാറന്റൈൻ എന്നാൽ ഒരു പകർച്ചവ്യാധി ബാധിച്ച അല്ലെങ്കിൽ ഒരു പകർച്ചവ്യാധിക്ക് സാധ്യതയുള്ളതും എന്നാൽ പകർച്ചവ്യാധിയുടെ ലക്ഷണങ്ങൾ ഉള്ളതോ ലക്ഷണങ്ങൾ കാണിക്കാത്തതോ ആയ വ്യക്തിയെ ക്വാറന്റൈൻ ചെയ്ത് വ്യക്തികളിൽ നിന്ന് മറ്റു വ്യക്തികളിലേക്ക് രോഗം പകരുന്നത് തടയാനോ പരിമിതപ്പെടുത്താനോ വേണ്ടിയുള്ള അല്ലെങ്കിൽ വ്യക്തികളുടെ ശാരീരിക വേർതിരിക്കലും മാറ്റിപ്പാർപ്പിക്കലും എന്നാകുന്നു. 19ാമത്തെ പേജ് പറയുന്നു 12(2) പ്രാദേശിക പൊതുജനാരോഗ്യ അധികാരിക്ക് രേഖാമൂലം ഏതെങ്കിലും ആളിനോടോ സ്ഥാപനത്തിനോടോ വിനിർദ്ദേശിക്കപ്പെട്ട അത്തരം സമയത്തിനുള്ളിൽ ഏതെങ്കിലും പ്രവർത്തികൾ നടത്തുന്നതിനോ അല്ലെങ്കിൽ നിർത്തിവയ്ക്കാനോ അല്ലെങ്കിൽ പൊതുജനാരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിന് അധികാരി ആവശ്യമെന്ന് കരുതുന്ന ഏതൊരവസ്ഥയും മാറ്റം വരുത്തുന്നതിനോ നിർദ്ദേശം നൽകുന്നതിനോ അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. അധികാരിക്ക് തോന്നുന്നതൊക്കെ. പേജ് 32, 21, 23 പ്രവേശിക്കുന്നതിനും പരിശോധിക്കുന്നതിനുമുള്ള അധികാരം. ബി. അത്തരം പ്രവേശനം നടത്താനുള്ള ഉദ്ദേശത്തെക്കുറിച്ച് കുറഞ്ഞത് 2 മണിക്കൂർ മുമ്പെങ്കിലും
താമസക്കാരന് മുൻകൂർ അറിയിപ്പ് കൊടുത്തിട്ടില്ല എങ്കിൽ താമസക്കാരന്റെ സമ്മതമില്ലാതെ ഒരു വാസസ്ഥലത്തേക്കും പ്രവേശിക്കാൻ പാടില്ലാത്തതാണ്. എന്നുവെച്ചാൽ 2 മണിക്കൂർ നോട്ടീസ് നൽകിയാൽ പ്രവേശിക്കാം, ആളെ വീട്ടിൽ നിന്ന് പോലും ഒഴിപ്പിക്കാം. അധ്യായം 7 39-ാമത്തെ പേജ്. പകർച്ചവ്യാധികളുടെയും വിജ്ഞാപനപ്പെടുത്തേണ്ട പകർച്ചവ്യാധികളുടെയും പ്രതിരോധവും വിജ്ഞാപനവും ചികിത്സയും. ഈ ആക്ടിന്റെ ആവശ്യത്തിനായി പകർച്ചവ്യാധി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആന്ത്രാക്സ്, ചിക്കൻ ബോക്സ്, ചിക്കൻഗുനിയൊക്കെ പകർച്ചവ്യാധിയാണ്, കോളറ, ചെങ്കണ്ണ്, ഡെങ്കിപ്പനി, ഡിഫ്തീരിയ, വയറിളക്കം. വയറിളക്കം ഉണ്ടായാൽ എന്തെങ്കിലും മോശം ഭക്ഷണം കഴിച്ചാൽ വയറിളക്കം ഉണ്ടാകും. അതൊക്കെ പകർച്ചവ്യാധിയാണ്. ഇതിനെ തുടർന്ന് വരുന്ന ഭീകരമായ നിബന്ധനകൾ വേറെയുണ്ട്. ഈ പറയുന്ന രോഗങ്ങൾക്ക് പൊതുജനാരോഗ്യ അധികാരി തീരുമാനിക്കുന്ന ചികിത്സകളാണ്. പൊതുജനാരോഗ്യ അധികാരി നിശ്ചയിക്കുന്ന അലോപ്പതി ഡോക്ടർ മാത്രമേ ഈ അസുഖം മാറിയെന്ന് റിപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഒരു വ്യക്തിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പാടുള്ളൂ. ആയുർവേദത്തിലോ ഹോമിയോയിലോ ഒക്കെ ചികിത്സിച്ചാൽ അവരുടെ കാര്യം കഷ്ടമാകും. ആ ചികിത്സ കഴിഞ്ഞവർക്ക് പൊതുജനാരോഗ്യ അധികാരിയുടെ അലോപ്പതി ഡോക്ടർ സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല എന്ന് വരും. ഭീകരമായ പിഴകളൊക്കെ ഉണ്ട്. ആയുർവേദക്കാര്, അലോപ്പതിക്കാര്, പ്രകൃതിക്കാര്, യുനാനിക്കാര്, സിദ്ധക്കാരൊക്കെ വലിയ താമസമില്ലാതെ വയറിളക്കം ചികിത്സിച്ചതിന്റെ പേരിൽ ജയിലിലാകുന്നൊരു അവസ്ഥ വന്നാലും അത്ഭുതപ്പെടണ്ട. എൻറിക് പനി, ടൈഫോയിഡ്, എബോള, പക്ഷിപ്പനി ഉൾപ്പെടെയുള്ള പകർച്ചപ്പനി. പക്ഷിപ്പനിയുടെ കാര്യം ഞാൻ ഇന്നലെ നേച്ചർ ലൈഫ് ടിവിയിൽ പറഞ്ഞു. പക്ഷിപ്പനി ഉൾപ്പെടെയുള്ള പകർച്ചപ്പനി, ഏത് പനിയും പകർച്ചപ്പനി ആവാം. മന്ത്, HIV, എയ്ഡ്സ്, സാംക്രമിക കരൾ വീക്കം എന്ന് വെച്ചാൽ ഫാറ്റി ലിവർ, അത് സാംക്രമികമാണോ ഇല്ലയോ എന്നൊക്കെ അറിയണ്ടേ. അത് സാംക്രമികമാണോ അല്ലയോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് പൊതുജനാരോഗ്യ അധികാരി, അലോപ്പതി ഡോക്ടറുമാണ്. ഫാറ്റി ലിവറിന് ചികിത്സിക്കുന്ന മറ്റു ചികിത്സകർ വരെ അകത്താകാനുള്ള സാധ്യതയുണ്ട്. ജാപ്പനീസ് മസ്തിഷ്ക വീക്കം, തീവ്രമായ മസ്തിഷ്ക വീക്ക രോഗലക്ഷണം. JEAES, ക്യസന്നൂർ ഫോറസ്റ്റ് ഡിസീസ്. അതെന്താണെന്ന് സാധാരണക്കാരൊക്കെ വാവിളിച്ചേക്കാം. അതും ഇതുപോലെ ചെറിയൊരു നീരുവീഴ്ച, തൊണ്ടവേദന അങ്ങനെയൊക്കെ ആയിട്ട് വന്നേക്കാം. ചെറിയ ചെറിയ അസ്വസ്ഥതകൾക്ക് പോലും പുതിയ രോഗത്തിന്റെ, തീവ്ര ഭീകര രോഗത്തിന്റെ പേരുകളാണ്. ലീഷ്മാനിയാസിസ്, കുഷ്ഠം, എലിപ്പനി, മലേറിയ, മീസിൽസ്, മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രോം, മെനിഞ്ചോകോക്കൽ മെനിഞ്ചൈറ്റിസ്, മുണ്ടിനീര്, പ്ലേഗ്, പോളിയോ, പേവിഷബാധ, സ്ക്രബ് ടൈഫസ്, ടെറ്റനസ്, ക്ഷയം. ക്ഷയമൊക്കെ പകർച്ചവ്യാധിയാണ്, വേറെ ആരും ചികിത്സിക്കാൻ പാടില്ല. ചികിത്സിച്ചാൽ പ്രശ്നമാകും. കഠിന പകർച്ചപ്പനി, ടൈഫസ്, വില്ലൻ ചുമ അല്ലെങ്കിൽ കാലാകാലങ്ങളിൽ സർക്കാർ വിജ്ഞാപനത്തിലൂടെ സംസ്ഥാനത്തൊട്ടാകെയോ അല്ലെങ്കിൽ വിജ്ഞാപനത്തിൽ പ്രഖ്യാപിച്ചേക്കാവുന്ന അത്തരം ഭാഗങ്ങളിലേക്കോ ഒരു പകർച്ചവ്യാധിയായി പ്രഖ്യാപിക്കുന്ന മറ്റേതെങ്കിലും രോഗം. ഈ ആക്ടിന്റെ ആവശ്യത്തിനായി വിജ്ഞാപനപ്പെടുത്തേണ്ട പകർച്ചവ്യാധി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ക്ഷയം, മലേറിയ, സിക്ക, ആന്ത്രാക്സ്, പക്ഷിപ്പനി, സെർബ്രോ സ്പൈനൽ പനി, കോളറ, ഡിഫ്തീരിയ, ജാപ്പനീസ് മസ്തിഷ്ക വീക്കം, പോളിയോമൈലൈറ്റിസ്, ടെറ്റനസ്, മഞ്ഞപ്പനി, പേവിഷബാധ, നിപ്പ, കൊറോണ വൈറസ് രോഗം 2019, COVID-19 അല്ലെങ്കിൽ കാലാകാലങ്ങളിൽ സർക്കാർ വിജ്ഞാപനത്തിലൂടെ സംസ്ഥാനത്തൊട്ടാകെയോ അങ്ങനെ പ്രഖ്യാപിക്കാനൊക്കെ ഇടയുള്ള ഒരു രോഗം. 42-ാമത്തെ പേജ് പറയുന്നു. 4, വിജ്ഞാപനപ്പെടുത്തേണ്ട ഏതെങ്കിലും പകർച്ചവ്യാധിയുടെ ഒരു സംഭവമോ പൊട്ടിപ്പുറപ്പെടലോ ഏതെങ്കിലും ആളോ, സർക്കാർ ആശുപത്രിയോ, സ്വകാര്യ ആശുപത്രിയോ, ക്ലിനിക്കോ അല്ലെങ്കിൽ ലബോറട്ടറിയോ അവരുടെ ശ്രദ്ധയിൽപ്പെടുകയോ അറിയുകയോ ചെയ്താൽ അയാൾ അത് അക്കാര്യം ഉടൻ തന്നെ പൊതുജനാരോഗ്യ അധികാരികൾക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അപ്രകാരമുള്ള വിവരം ലഭിക്കുമ്പോൾ അത്തരം രോഗങ്ങളുടെ വ്യാപനം നിയന്ത്രിക്കുന്നതിനും അത് ഉന്മൂലനം ചെയ്യുന്നതിനുമായി
പൊതുജന ആരോഗ്യാധികാരികൾ ഉടൻ തന്നെ ഇടപെടേണ്ടതാണ്. ഇത് റിപ്പോർട്ട് ചെയ്യാൻ പരാജയപ്പെട്ടാൽ ആളാവാം, സ്ഥാപനമാകാം. 5-ാമത്തെ ഭാഗം പറയുന്നു, കുറ്റസ്ഥാപനത്തിന്മേൽ 5000 രൂപ വരെയാകാവുന്ന പിഴയോടുകൂടി ശിക്ഷിക്കപ്പെടാവുന്നതാണ്. പിഴയോടുകൂടി ശിക്ഷിക്കപ്പെടാവുന്നതാണ്. 43-ാമത്തെ പേജ്, അതിൽ 4, ഏതെങ്കിലും മെഡിക്കൽ പ്രാക്ടീഷണർ 2-ാം ഉപവകുപ്പിലെ വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ അയാൾ 2000 രൂപ വരെയാകാവുന്ന പിഴയ്ക്ക് ബാധ്യസ്ഥനായിരിക്കുന്നതാണ്. 45, 1-ാം ഉപവകുപ്പിലെ വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ ഏതെങ്കിലും മെഡിക്കൽ പ്രാക്ടീഷണർ പരാജയപ്പെട്ടാൽ അയാൾ 500 രൂപ വരെയാകുന്ന പിഴയ്ക്ക് ബാധ്യസ്ഥനായിരിക്കുന്നതാണ്. 38, പകർച്ചവ്യാധിയിൽ നിന്നോ വിജ്ഞാപനപ്പെടുത്തേണ്ട പകർച്ചവ്യാധിയിൽ നിന്നോ ഒരാൾ മുക്തനായതായി രജിസ്റ്റർ ചെയ്യപ്പെട്ട മെഡിക്കൽ പ്രാക്ടീഷണർമാർ സാക്ഷ്യപ്പെടുത്തണമെന്ന്. 38, 1, മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന രജിസ്റ്റർ ചെയ്യപ്പെട്ട ഓരോ മെഡിക്കൽ പ്രാക്ടീഷണറും ഈ വകുപ്പിൻ കീഴിൽ ഒരു സാക്ഷ്യപത്രം വേണമെന്ന് ആഗ്രഹിക്കുന്നയാളുടെ ആവശ്യത്തിൽ അത്തരം ആളെ പരിശോധിക്കേണ്ടതും അത്തരം ആൾ പകർച്ചവ്യാധിയോ വിജ്ഞാപനപ്പെടുത്തേണ്ട പകർച്ചവ്യാധിയോ അനുഭവിക്കുന്നില്ലെന്നോ അല്ലെങ്കിൽ രോഗം ഭേദമായെന്നോ കണ്ടെത്തിയാൽ അത്തരം ആൾക്ക് ആവശ്യമെങ്കിൽ അന്വേഷണ തെളിവുകൾ സഹിതം നിർണയിക്കപ്പെട്ട ഫോറത്തിൽ ഇത് സംബന്ധിച്ച് ഒരു സാക്ഷ്യപത്രം നൽകേണ്ടതാണ്. ഇപ്പൊ ആയുർവേദക്കാരോ ഹോമിയോക്കാരൊക്കെ ചികിത്സിച്ചു കഴിഞ്ഞാൽ അലോപ്പതി ആശുപത്രിയുടെ അടുത്തേക്ക് ചെല്ലി ഡോക്ടറുടെ അടുത്തേക്ക് ഇപ്പൊ തന്നെ ആയുർവേദക്കാരുടെ അടുത്തോ ഹോമിയോക്കോ പ്രകൃതി ചികിത്സയ്ക്കൊന്നും പോയേക്കരുത്, പോയി കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് വന്നേക്കരുത് എന്ന് പറഞ്ഞാണ് സകല ഡോക്ടർമാരും ആളുകളെ പേടിപ്പിച്ചു വിടുന്നത്. ഇനി വല്ലയിടത്തും പോയി രോഗം മാറിയതിന്റെ സർട്ടിഫിക്കറ്റ് ഇങ്ങോട്ട് വാ, പരിശോധിച്ച് ബോധ്യപ്പെട്ട് തെളിവൊക്കെ വന്നാൽ നടക്കും. വരാൻ പോകുന്നത് എന്താണെന്ന് ആയുർവേദക്കാരും അറിയുന്നില്ല, ഹോമിയോക്കാരും അറിയുന്നില്ല, പ്രകൃതിക്കാരും അറിയുന്നില്ല, ജനങ്ങളും അറിയുന്നില്ല. 47, 40 രോഗബാധിതനെ ആശുപത്രിയിലേക്ക് മാറ്റൽ. 3, യാതൊരാളും അത്തരം ആശുപത്രിയുടെയോ സ്ഥലത്തിന്റെയോ ചുമതലയുള്ള മെഡിക്കൽ ഓഫീസറുടെ സമ്മതം കൂടാതെ, അലോപ്പതി ഡോക്ടർ തന്നെ ആവും, ഏതെങ്കിലും ആശുപത്രിയിൽ നിന്നോ 1-ാം ഉപവകുപ്പിൽ പരാമർശിക്കുന്ന മറ്റു സ്ഥലത്തു നിന്നോ വിട്ടുപോകാനോ അയാളെ കൊണ്ടുപോകാനോ പാടുള്ളതല്ല. 1000 രൂപ പിഴയുണ്ട്. 49-ൽ 43 അണുബാധയുടെ വ്യാപനം തടയുന്നതിന് വീടുകളുടെ കൈവശപ്പെടുത്തൽ. നിങ്ങളുടെ വീട് അണുവ്യാപനം തടയാൻ ഞങ്ങൾ കൈവശപ്പെടുത്തും, പൊതുജനാരോഗ്യ അധികാരി കൈവശപ്പെടുത്തും. 1, പ്രാദേശിക പൊതുജനാരോഗ്യ അധികാരിക്ക് അടിയന്തര ഘട്ടത്തിൽ ജില്ലാ കളക്ടറുടെ അനുമതിയോടെ ഏതൊരു കെട്ടിടത്തിലോ സ്ഥലത്തോ പ്രവേശിക്കാവുന്നതും താമസക്കാരെ ഒഴിപ്പിക്കാവുന്നതും. ജില്ലാ കളക്ടറുടെ അല്ല, മന്ത്രിയുടെ അനുവാദം മുൻകൂട്ടി അടിച്ചങ്ങോട്ട് കൊടുത്തിട്ടുണ്ടാവും. കൊറോണയിൽ നമ്മൾ അനുഭവിച്ചതാണല്ലോ. ഏതൊരു കെട്ടിടത്തിലോ സ്ഥലത്തോ പ്രവേശിക്കാവുന്നതും താമസക്കാരെ ഒഴിപ്പിക്കാവുന്നതും കൂടാതെ അണുബാധയുടെ വ്യാപനം തടയുന്നതിന് വേണ്ട അത്തരത്തിലുള്ള നടപടികൾ എടുക്കാവുന്നതുമാണ്. അതെല്ലാം തീർത്തു കഴിഞ്ഞ് പൂർണ്ണബോധ്യമായാൽ തിരിച്ചു തരും കേട്ടോ. അപ്പൊ ഞങ്ങളെവിടെ പോകും? ഒന്നും ചോദിക്കണ്ട. പകർച്ചവ്യാധിയാണ്, തലച്ചോറിനെ തിന്നുന്ന അമീബ ഉള്ള നാടാണ്, മാംസം തിന്നുന്ന ബാക്ടീരിയ വന്നിട്ടുണ്ട്, കോഴിപ്പനി കുട്ടനാട്ടിൽ പടരുന്നുണ്ട്, നിപ്പ കോഴിക്കോട് ഇങ്ങനെ കിടന്ന് കളിക്കുന്നുണ്ട്, മഞ്ഞപ്പിത്തം വേങ്ങരയില് അങ്ങനെ വന്ന് കുറച്ചുപേരെ കൊന്നിട്ടുണ്ട്, അങ്ങനെ പല കുഞ്ഞും വരാൻ പോവുകയാണ്. നിങ്ങൾ എവിടെ പോകും എന്ന് ഞങ്ങൾക്കറിയണ്ട. 2 മണിക്കൂർ സമയം തരും. പിന്നെ അടിയന്തര ഘട്ടത്തിൽ അതൊന്നും തരാൻ പറ്റില്ല, ഞങ്ങൾ വന്നെന്ന് പറയുമ്പോൾ ഇറങ്ങിക്കോളണം. മേൽപ്പറഞ്ഞ അത്തരം കെട്ടിടത്തിന്റെ 3-ാമത്തെ ഉപവകുപ്പ് അല്ലെങ്കിൽ സ്ഥലത്തിന്റെ കൈവശപ്പെടുത്തൽ തീരുമ്പോഴോ ആവശ്യങ്ങളുടെ ഉപയോഗം തീരുമ്പോഴോ പ്രാദേശിക പൊതുജനാരോഗ്യ അധികാരി അത് പൂർണ്ണമായും അണുവിമുക്തമാക്കുകയും വൃത്തിയാക്കുകയും ചെയ്യേണ്ടതാണ്. 53-ാമത്തെ പേജ്, 51 രോഗബാധിതരുടെ ക്വാറന്റൈൻ.
പ്രാദേശിക പൊതുജനാരോഗ്യ അധികാരിക്ക് പകർച്ചവ്യാധിയോ വിജ്ഞാപനപ്പെടുത്തേണ്ട പകർച്ചവ്യാധിയോ ബാധിച്ചിട്ടുള്ള ആളുകളെ ക്വാറന്റൈനിലാക്കുവാനോ മാറ്റിപ്പാർപ്പിക്കാനോ അധികാരമുണ്ടായിരിക്കുന്നതാണ്. വളരെ വളരെ ഭീകരമായ ഒരു കാര്യം 54-ാമത്തെ പേജിലുണ്ട്. 53 രോഗങ്ങളുടെ പ്രതിരോധത്തിനും ചികിത്സയ്ക്കും നിയന്ത്രണത്തിനുമുള്ള മാർഗനിർദ്ദേശങ്ങൾ. 1. സർക്കാരിനും സംസ്ഥാന പൊതുജനാരോഗ്യ അധികാരിക്കും അംഗീകൃതമായ ചികിത്സാ നിർദ്ദേശങ്ങൾക്ക് വിധേയമായി പകർച്ചവ്യാധിയും വിജ്ഞാപനപ്പെടുത്തേണ്ട പകർച്ചവ്യാധിയും ഉൾപ്പെടെയുള്ള ഏതെങ്കിലും രോഗങ്ങൾ ബാധിച്ചിട്ടുള്ള ആൾക്കാരുടെ ചികിത്സയ്ക്കും രോഗനിർണയത്തിനും കൂടാതെ അത്തരം രോഗവ്യാപനം തടയുന്നതിനുള്ള നടപടികൾ, വാക്സിനേഷൻ, മറ്റു നടപടികൾ എന്നിവയ്ക്ക് വേണ്ടി മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നതിനും അവ ജില്ലാ പൊതുജനാരോഗ്യ അധികാരിയും പ്രാദേശിക പൊതുജനാരോഗ്യ അധികാരിയും വഴി നടപ്പിൽ വരുത്തുവാനും നിർവഹിക്കാനും അധികാരമുള്ളതാകുന്നു. കോവിഡ് വാക്സിൻ നമ്മളെ പേടിപ്പിച്ച് പുറത്തിറങ്ങാൻ പറ്റില്ല, ബാങ്കിൽ കയറാൻ പറ്റില്ല, വിമാനത്തിൽ കയറാൻ പറ്റില്ല, കോളേജിൽ പോകാൻ പറ്റില്ല, സ്കൂളിൽ പോകാൻ പറ്റില്ല, ജോലി സ്ഥലത്ത് പോകാൻ പറ്റില്ല, ഇതെടുക്കാത്തവർക്ക് സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ കിട്ടില്ല എന്നെല്ലാം പറഞ്ഞ് എന്തൊരു നിർബന്ധം ചെലുത്തിയാണ് നമ്മളെ കൊണ്ടെടുപ്പിച്ചത്. ഇനിയിപ്പോ ആ നിർബന്ധവും പ്രേരണയൊന്നുമില്ല. പൊതുജനാരോഗ്യ അധികാരി കൽപ്പിച്ചാൽ അത് എടുക്കണം, ഇല്ലെങ്കിൽ എടുപ്പിക്കാനുള്ള അധികാരം അദ്ദേഹത്തിനുണ്ട്. കോവിഡ് വാക്സിൻ എടുത്തവരുടെ കാര്യം നമുക്കറിയാം. കോവിഡ് വാക്സിൻ എടുത്ത് മരിച്ചവരുടെ ബന്ധുക്കൾ പലരും കേരള ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ബോംബെ കോടതിയിലുമെല്ലാം കേസ് കൊടുത്തിരിക്കുകയാണ്. വാക്സിൻ എടുത്തത് തുടങ്ങി ദുരിതം അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. നമ്മുടെ നാട്ടിലെ ആളുകൾ അതൊന്നും കോവിഡ് പോർട്ടലിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യാറില്ല, നഷ്ടപരിഹാര കേസ് കൊടുക്കാറില്ല, വന്നത് വന്നു സഹിക്കുകയല്ല നിവൃത്തിയുള്ളൂ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഈ കോവിഡ് വാക്സിനിൽ നിന്ന് രക്ഷപ്പെട്ടു നിൽക്കുന്നവരുണ്ട്, ഭാഗ്യം കൊണ്ട് അതിൽ അപകടം വരാത്തവരുണ്ട്, വാക്സിൻ എടുക്കാൻ പോകാത്തവരുണ്ട്. അവരെയൊക്കെ ശരിയാക്കും. ആശാ വർക്കർമാർ വഴി ആരൊക്കെ ഇതെടുത്തു, എടുത്തില്ല, ഒന്നെടുത്തവരാര്, രണ്ടെടുത്തവരാര്, മൂന്നും എടുത്തവരാര്, കൃത്യമായ കണക്കുകൾ ബിൽഗേറ്റ്സിന്റെ കയ്യിലുണ്ട്, സർക്കാരിന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് അതിഭീകരമാണ്. മാംസം തിന്നുന്ന ബാക്ടീരിയ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു, വരാൻ പോകുന്നു ബിൽഗേറ്റ്സിന്റെ നെക്സ്റ്റ് പാൻഡമിക്, അടുത്ത പകർച്ചവ്യാധി ബിൽഗേറ്റ്സ് പകർത്താൻ പോകുന്നുണ്ട്. രണ്ടാമത്തേത്, പകർച്ചവ്യാധിയോ വിജ്ഞാപനപ്പെടുത്തേണ്ട പകർച്ചവ്യാധിയോ ഉൾപ്പെടെയുള്ള ഏത് രോഗം ചികിത്സിക്കുന്നതിനും ഒന്നാം ഉപവകുപ്പിൻ കീഴിൽ പുറപ്പെടുവിച്ചിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളിൽ പറഞ്ഞിട്ടുള്ള ചികിത്സാ രീതികൾ പാലിക്കാൻ ഓരോ മെഡിക്കൽ പ്രാക്ടീഷണറും പൊതു സ്വകാര്യ ആരോഗ്യ സംരക്ഷണ സ്ഥാപനവും ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് നിങ്ങൾ ആയുർവേദമാണ്, ഹോമിയോ ആണ്, പ്രകൃതിയാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പൊതുജനാരോഗ്യ അധികാരി തീരുമാനിച്ചു പറഞ്ഞിട്ടുള്ള ചികിത്സാ രീതി അതെല്ലാവരും നടപ്പിലാക്കിക്കൊള്ളണം. നടക്കും. കോവിഡിന്റെ സമയത്ത് ഹോമിയോ മരുന്ന് വിതരണം ചെയ്തു കുറെ ആളുകൾ, അവർക്കൊന്നും ഒരു കുഴപ്പമുണ്ടായില്ല. ആ ഏർപ്പാടൊന്നും ഇനി വേണ്ട. ആയുർവേദത്തിന്റെ പല പ്രയോഗങ്ങൾ നടത്തിയവരുണ്ട്, ബാബ രാംദേവിന്റെ രീതികൾ ചെയ്തവരുണ്ട്. നടക്കില്ല, അതൊന്നും ഞങ്ങൾ സമ്മതിക്കില്ല, ഒരാളും രക്ഷപ്പെടാൻ സമ്മതിക്കില്ല. പഴുതടച്ചാണ് ഞങ്ങൾ ഇനി വരാൻ പോകുന്നത്. ഇതിനൊക്കെ ശിക്ഷയും പറയുന്നുണ്ട് കേട്ടോ. ഇനിയും അതിഭീകരമായ ജനവിരുദ്ധമായ കുത്തക മരുന്ന് കമ്പനികൾക്ക്, ബിൽഗേറ്റ്സിന്റെ ഭീകര ലക്ഷ്യങ്ങൾക്ക് ജനങ്ങളെ ഒറ്റിക്കൊടുത്തിരിക്കുന്നു സർക്കാർ, ജനങ്ങളെ ചതിച്ചിരിക്കുന്നു സർക്കാർ, അലോപ്പതിക്ക് പണയം വെച്ചിരിക്കുന്നു സർക്കാർ. ഇനി ഇതിനേക്കാളേറെ ഭീകരമായ മറ്റൊരു കാര്യം, ഈ മനുഷ്യനെ തിന്നുന്ന ബാക്ടീരിയയുടെ യാഥാർത്ഥ്യം എന്താണ് അതിന്റെ കാരണം, അതുകൂടെ നിങ്ങൾ കേൾക്കുമ്പോഴാണ് തലയിൽ കൈവച്ചു പോകുക. ജപ്പാനിൽ പൊട്ടിപ്പുറപ്പെട്ട്
ലോകത്തെ ആകെ അമ്പരപ്പിലാക്കിയിട്ടുള്ള മാംസഭോജിയായ ബാക്ടീരിയയുടെ കഥ, അതിന്റെ സത്യം എന്താണ്? ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത NDTV അവര് പറയുന്നത് സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം STSS reached 977 this year by June 2. ജൂൺ 2 ആകുമ്പോഴേക്കും ഈ സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം 977 പേരെ ബാധിച്ചിരിക്കുന്നു. വിശദമായി വാർത്തകൾ എഴുതുന്നുണ്ട്. അത് എത്രമാത്രം ഭീകരമാകുന്നു, എന്തെല്ലാമാണ് ലക്ഷണങ്ങൾ, എല്ലാം എഴുതി അവസാനം ഒരു ബ്രാക്കറ്റിൽ അവർ പറയുന്നു, എക്സെപ്റ്റ് ഫോർ ദി ഹെഡ്ലൈൻ, ദിസ് സ്റ്റോറി ഹാസ് നോട്ട് ബീൻ എഡിറ്റഡ് ബൈ NDTV സ്റ്റാഫ് and is published from a syndicated feed. എന്നുവെച്ചാൽ ഞങ്ങളുടെ ഉത്തരവാദിത്വമൊന്നും ഇതിലില്ല, ഞങ്ങളുടെ സ്റ്റാഫൊന്നും പോയി കണ്ടുപിടിച്ച് വെരിഫൈ ചെയ്ത് ഉറപ്പുവരുത്തി അങ്ങനെയൊന്നും എഴുതിയിട്ടുള്ള വാർത്തയല്ല ഇത്. തലക്കെട്ട് മാത്രമാണ് ഞങ്ങൾ കൊടുത്തിട്ടുള്ളത്. ബാക്കി വാർത്തകൾ ഒരു സിൻഡിക്കേറ്റഡ് ഫീഡ്. എന്താ ഈ സിൻഡിക്കേറ്റഡ് ഫീഡ്? ഫീഡ് വെച്ചാൽ കുട്ടിയെ മുലയിൽ കിട്ടുക, ഫീഡ് ചെയ്യുക എന്ന് ആരും ഇങ്ങനെ കൊടുത്തു വെക്കുകയാണ്, എറിഞ്ഞിട്ട് കൊടുത്തു വെക്കുകയാണ്. അതിങ്ങനെ ഒരു പരിഭ്രമിക്കാവുന്ന ഒരു വാർത്തയായതുകൊണ്ട് കൊടുത്തു എന്നാണോ, അത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്തു വെച്ചിട്ടാണോ, ഇതിന്റെ പിന്നിൽ എന്താണ് നടന്നിട്ടുള്ളത്? ഏത് സിൻഡിക്കേറ്റാണ് ഈ ഫീഡിങ് നടത്തിയിട്ടുള്ളത്? അത് ബിൽഗേറ്റ്സിന്റെ സിൻഡിക്കേറ്റ് ആണോ, ലോക അനാരോഗ്യ സംഘടനയുടെ സിൻഡിക്കേറ്റ് ആണോ, മരുന്ന് കമ്പനികളുടെ സിൻഡിക്കേറ്റ് ആണോ? ആരാണ്, എന്താണ്? ഒരു അന്വേഷണമൊക്കെ നടത്തിയ ആരന്വേഷിക്കാൻ, അവിടെ ഇരിക്കട്ടെ. ഇനി ക്ലീവ്ലാൻഡ് ക്ലിനിക്ക് ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷനെ കുറിച്ച് അവരുടെ സൈറ്റിൽ പറയുന്നുണ്ട്. അപ്പോ എന്താണ് ഈ ഇൻഫെക്ഷൻ? വാട്ട് ആർ ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻസ്? അതിന്റെ വിശദീകരണമുണ്ട്. ഗ്യാസ് എന്നാണ് പറയുക. ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻസ്, GAS ക്യാപിറ്റൽ എഴുതും. അത് ഗ്യാസ്, നമ്മുടെ ഗ്യാസ് അല്ല, ഗ്യാസ്. അത് ഗ്യാസ് എന്ന് വിളിച്ചാലും ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതി കഴിഞ്ഞാൽ മെഡിക്കൽ സയൻസിൽ അത് ഈ ഗ്രൂപ്പ് എ സ്ട്രെപ്പ് ആണ് എന്ന് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ തരത്തിലുള്ളതുണ്ട്. മൈൽഡ് സ്ട്രെപ്പ് ഇൻഫെക്ഷൻ ഉണ്ട്, അത് സെല്ലുലൈറ്റിസ്, ഇംപെറ്റിഗോ, സോർ ത്രോട്ട്, സ്ട്രെപ്പ് ത്രോട്ട്. സ്ട്രെപ്പ് ത്രോട്ട് എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ തൊണ്ടയിലൊരു അണുബാധ, ടോൺസിലൈറ്റിസ്. സിവിയർ സ്ട്രെപ്പ് ഇൻഫെക്ഷൻസ് ഉണ്ട്, അത് ബ്ലഡിൽ കാണും. ബാക്ടീരിയമീയ, an infection that causes a rash, sore throat and a high fever. പനിയും കൂടിയുള്ള സ്കാർലറ്റ് ഫീവർ എന്നൊക്കെ പറയുന്ന പനിയും കൂടിയുള്ള സോർ ത്രോട്ട്, റാഷ്. ശരിയായ രീതിയിലുള്ള പഠനം ഇതേവരെ ഈ വിഷയത്തിൽ നടന്നിട്ടില്ല എന്നുള്ള കാരണവുമൊക്കെ ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ലോകത്തെ മുഴുവനും ഭീതിയിലാഴ്ത്തിയ ജപ്പാനിലെ മാംസം തിന്നുന്ന ബാക്ടീരിയ രോഗത്തിന്റെ യഥാർത്ഥ കാരണം അസ്വസ്ഥതകൾ കണ്ടപ്പോൾ ഉടനെ കഴിച്ച ഇംഗ്ലീഷ് മരുന്നുകളാണ്, NSAID മരുന്നുകളാണ്. നമ്മുടെ നാട്ടിലും പല രോഗങ്ങളായി ഭീകരമാകുന്നത് ചെറിയൊരു പനിക്കെടുത്ത് കഴിക്കുന്ന പാരാസിറ്റമോളും വേദനയ്ക്ക് കഴിക്കുന്ന വേദനാസംഹാരികളുമാണ്. പക്ഷേ ആ വേദനാസംഹാരികൾ കഴിച്ചു കഴിയുമ്പോ, ജലദോഷ മരുന്ന് കഴിച്ചു കഴിയുമ്പോ, പനിയെ തടയാനുള്ള മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ആ മരുന്നുകളുടെ ദോഷഫലമായി ആ മരുന്നുകൾ പനിയെയും ജലദോഷത്തെയും വേദനയെയും എല്ലാം അടിച്ചമർത്തുന്നത് കൊണ്ട് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശ്രമങ്ങൾ പരാജയപ്പെടുകയും മാരകമായ ദോഷഫലങ്ങൾ അനുഭവിക്കുകയും ചെയ്യുകയാണ്. അതിനെയാണ്
ഡെങ്കി, ഡോങ്കി, കപ്പ, കൊറോണ ഇങ്ങനെയുള്ള പല പല പേരുകളിട്ട് വിളിച്ച് പൊതുജനാരോഗ്യ ബില്ലിന്റെ ഭീകരമായ നിയന്ത്രണങ്ങളിലേക്ക്, മറ്റുള്ള ചികിത്സകളെ ഇല്ലാതാക്കുന്നതിലേക്ക് അലോപ്പതിക്കാരൻ തന്നെ കൊണ്ടുചെന്നെത്തിക്കുന്നത്. ശരീരം കാണിക്കുന്ന ചെറിയ അസ്വസ്ഥതകളിൽ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റിയുടെ പ്രവർത്തനത്തെ ശക്തിപ്പെടുത്തുന്നതിന് സഹായിക്കുന്നതിന് പകരം അലോപ്പതി മരുന്നിട്ട് കൊടുക്കുന്നതിലൂടെ ഉണ്ടാകുന്ന നാശത്തിന് വീണ്ടും അലോപ്പതി മരുന്ന് തന്നെ ചെയ്യിപ്പിച്ച് ഭീകരമായ കൊള്ള, ചികിത്സയുടെ കൊള്ള, കുടുംബം പണയം വെക്കേണ്ട രീതിയിലുള്ള കൊള്ള നടത്തിക്കുന്നത് കൂടാതെ അവൻ മറ്റുള്ള ചികിത്സാ രീതികളെ, യഥാർത്ഥ ചികിത്സാ രീതികളെ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് അപകടം അധികം ഉണ്ടാക്കാത്ത ചികിത്സാ രീതികളെ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള ശ്രമം കൂടെയാണ് വിജയകരമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് ചൂട്ടുപിടിക്കുകയാണ് അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഭരണാധികാരികൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതേപോലുള്ള ഓരോരോ രോഗപേടിപ്പെടുത്തലുകളുമായി അവരിങ്ങനെ ആക്രാന്ത നൃത്തം ചവിട്ടും. അതിനനുസരിച്ച് പൊതുജനാരോഗ്യ ബില്ലിന്റെ പൊതുജനാരോഗ്യ അധികാരി ഉത്തരവുകൾ പുറപ്പെടുവിക്കും. ബിൽ ഗേറ്റ്സ് നിർദ്ദേശിക്കുന്ന ഉത്തരവുകൾ, ലോക അനാരോഗ്യ സംഘടന നിർദ്ദേശിക്കുന്ന ഉത്തരവുകൾ, മരുന്ന് കമ്പനിക്കാർ നിർദ്ദേശിക്കുന്ന ഉത്തരവുകൾ, IMA നിർദ്ദേശിക്കുന്ന ഉത്തരവുകൾ, കൈക്കൂലിക്കാരായ ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ നിർദ്ദേശിക്കുന്ന ഉത്തരവുകൾ, അലോപ്പതി ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന ഉത്തരങ്ങൾ, അതോടെ നിങ്ങളുടെ കുടുംബത്തിന്റെ, നിങ്ങളുടെ, എന്റെയുമൊക്കെ കാര്യം കഷ്ടത്തിലാകും. അവസാന മണിക്കൂറുകളാണ്. ഈ കാര്യങ്ങൾ ഭരണാധികാരികളെ ബോധ്യപ്പെടുത്താനും പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും ഒക്കെ അലോപ്പതി ഒഴിച്ചുള്ള ചികിത്സാ വിദഗ്ധന്മാർ, അല്ല, ഞാനെന്തിനാണ് അലോപ്പതി ഒഴിച്ചുള്ള ചികിത്സാ വിദഗ്ധന്മാരെ കുറിച്ച് പറയുന്നത്? എത്രയോ അലോപ്പതി ഡോക്ടർമാർ തന്നെ ഇതിനെതിരെ പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട്. സത്യസന്ധരായ അലോപ്പതി ഡോക്ടർമാർ അവരെയൊക്കെ ചവിട്ടി മൂലക്കിരുത്തിയിട്ടാണ് അലോപ്പതി മേഖലയിലെ കൈക്കൂലിക്കാർ, കോർപ്പറേറ്റ് അടിമകൾ ഈ കിരാത നൃത്തം ചവിട്ടുന്നത്. കാര്യമായി എന്തെങ്കിലും ഉടനടി ചെയ്തില്ല എങ്കിൽ നമ്മെ രക്ഷിക്കാൻ ആർക്കും സാധിക്കില്ല, ദൈവത്തിന് പോലും സാധിക്കില്ല. വളരെ വളരെ പ്രധാനപ്പെട്ട നമ്മുടെയൊക്കെ നിലനിൽപ്പിന്റെ, ആരോഗ്യത്തിന്റെ അവസാന ചോദ്യം ഉയരുന്ന ഈ നിമിഷം ഇത് കഴിയുന്നത്ര നിങ്ങൾ ഷെയർ ചെയ്യണം, നിങ്ങൾ ചർച്ച ചെയ്യണം. എങ്ങനെ നമുക്ക് ഇതിനെ തടയാൻ സാധിക്കും? എങ്ങനെ പൊതുജനാരോഗ്യ ബില്ലിലെ അപകടകാരികളായ വ്യവസ്ഥകളെ മാറ്റിക്കാൻ സാധിക്കും? പരസ്പരം ചർച്ച ചെയ്യണം, ശബ്ദമുയർത്തണം, കഴിയുന്നത്ര ഷെയർ ചെയ്യുക, കമന്റുകൾ എഴുതുക. നേച്ചർ ലൈഫ് TV ഉടനടി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ജനകീയമായ ചെറുത്തുനിൽപ്പിന് നമുക്ക് ഒന്നുകൂടെ ശ്രമിച്ചു നോക്കാം. നന്ദി, നമസ്കാരം.